അകത്ത് ബാലല്ലമ്മ. നിന്നെ ഞാൻ കുറെ ദിവസം കൊണ്ട് പിടിക്കാൻ നടക്കുക. ഇന്ന് പിടിക്കണം. നീ എന്തിനാണ് അവിടെ വന്നു? എന്തിനു വന്നു? മാസിക ചെല്ലമ്മ വീട്ടിലാണോ മാസിക? നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. അയ്യോ, പശുവിന്റെ വാഴ മുഴുവനെ തിന്നല്ല. കൊച്ചുങ്ങളെ വളർത്തുന്നത് പോലെ പേടി പേടി വളർത്തി ഇത്രത്തോളം ആക്കിയതാണ്. അയ്യോ, കഴുത്ത് തിരുമിയിട്ടിരിക്കുന്നത് പോലെ അല്ലയോ എന്നെ വാഴ കിടക്കുന്നത്. ദ്രോഹികള്, കാലമാടന്മാര്. എന്റെ പശുവിന്റെ കയർ നീ അറക്കുകൊണ്ട് വയ്യോടി. വാഴ അങ്ങോട്ട് വാഴ അങ്ങോട്ട് വെട്ടിക്കണം. കട്ടി കലമൊക്കെ ഇട്ട് പുറത്ത് വേറെ വിളിച്ച കൊടുത്തിരിക്കണം. എന്തിനാണ് നോക്കിക്കുന്നത്? അകത്തോട്ട് കയറി പിടിച്ചു കെട്ടിക്കണം. അവളെ പിടിച്ചു കെട്ടി ആൾക്കുളത്തിരിക്കുന്ന കൈ അടിച്ച് ഒട്ടിച്ചിടണം. അടിച്ചു കാണട്ടെ, അമ്മയുടെ മുലന് പാല് കുടിച്ചവന്മാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കാണട്ടെ. ശേഷമുള്ള ക്ഷണിക്കാൻ എന്നാ പിടിച്ചില്ലേ? വാ പിടിച്ചു. താൻ തന്റെ പാട്ടിന് പോടും. തന്റെ ഇവിടെ ആരെങ്കിലും വിളിച്ചോ? പോയില്ലെങ്കിൽ നീ പോടേ സ്വീകരിച്ചെടുക്കാൻ. എടോ മൂപ്പിന്നേ കൈമണി, ഈ പെണ്ണും പിള്ളേടുത്ത് കളിക്കുന്നവർക്ക് എന്നെടുത്ത് കളിക്കരുത്. അടിച്ചണ്ടിന്റെ പല്ലി ഞാൻ താഴെ ഇടും. ഏതാ പിടിച്ചു കിട്ടടാ ഇവനെ. ആ എന്നാ വാ പിടിച്ചോ. അല്ലേ അതെ, ഞാൻ കിട്ടിയത് ശരിയാവൂല. വാസു കെട്ടട്ടെ. വാസു ഇയാളെ ചെടയാർന്ന് പിടിച്ചു കിട്ടിയത് എനിക്ക് നിൽക്കാൻ സമയമില്ല. എനിക്കൊരു സ്ഥലം എന്തോന്നാ നോക്കിക്കൊണ്ടിരിക്കുന്നേ? എടാ പട്ടികളെ പോയിടാ പോയിട്ട ഞാനൊക്കെ തന്ന ചോറ് വേറെ വല്ലത് പോകാനാണ് പറഞ്ഞത്. എന്തോന്നാണോ നോക്കുന്നത്? ചായ വേണമെങ്കിൽ ഈ വെട്ടുകത്തി കണ്ടാൽ പേടിച്ചെങ്ങനെ ചായ ചോദിക്കും? ഇത്രയും തന്റെ ഇടം കാണുമെന്ന് ഞാൻ ഓർത്തില്ല. അയ്യോ, നിലയില്ലാതായപ്പോൾ അന്തം വിട്ട് അറുപ്പുകത്തി എടുത്തു പോയതാണ്. എനിക്കാരുമില്ല. എന്നെ ഒരു വിധത്തിലും കിടന്നു പിഴയ്ക്കാൻ ഇവർ സമ്മതിക്കുന്നില്ല. ചായ തിളപ്പിക്കട്ടെ? ഇച്ചിരി ഉമിക്കരി കേട്ടിട്ട് തരാത്ത ആളുടെ ചായ എനിക്ക് വേണ്ട. അയ്യോ, എനിക്കൊരു തെറ്റ് പറ്റിപ്പോയതാണ്, ക്ഷമിക്കണം. എന്നാ ചായയും പിന്നീട് മതി. ഇപ്പൊ എനിക്ക് ചായ വേണ്ടാഞ്ഞിട്ട് തന്നെയാ. ഇനി ഒരിക്കലാവട്ടെ. എടോ, ഈ മാട്ടവെള്ളമല്ലാതെ ഇച്ചിരി ചൂടുള്ളവനെ കിട്ടത്തില്ലയോ? വേണോ? നല്ല അസലുണ്ട്. പട്ടയോ വാറ്റോ? നല്ല ഒന്നാം തരം വാറ്റ്. ആ എന്നാ പോയി കൊണ്ടുപോവാ. ശരി. ചെല്ലമ്മ ഇന്ന് ചന്തയിൽ പോയില്ലേ? പോണം. വരുമ്പോ എനിക്ക് എന്തോ കൊണ്ടുവരും. എന്തിനു വേണം? ഒന്നും വേണ്ട, ചുമ്മാ ചോദിച്ചെന്നേ ഉള്ളൂ. ചെല്ലമ്മ ഇന്നലെ രാത്രി ഉറങ്ങിയില്ലേ? എങ്ങനെ അറിഞ്ഞോ? ചിമ്മിനി വിളക്കരിയുന്ന കണ്ടു. ആരോ പാടുന്നത് കേട്ടല്ലോ എഞ്ചിൻ പുരയിൽ. ഞാൻ അറിഞ്ഞില്ലല്ലോ. ഓ കള്ളം, നല്ല പാട്ടായിരുന്നു. ചുമ്മാ ഒറ്റയ്ക്കിരുന്നപ്പോൾ അറിയാതെ പാടിപ്പോയി. അതിനുശേഷം ഞാൻ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു. അയ്യോ, അതെന്തിനാണ്?
ആ പാർവതികാർ വല്ല ശല്യവും ചെയ്യുന്നുണ്ടോ നോക്കാൻ. എനിക്കും ഭയങ്കര പേടിയായിരുന്നു. അങ്ങനെ ഒന്നും അങ്ങ് പേടിക്കണ്ട കേട്ടോ. ഞാൻ കുളിക്കട്ടെ. ആ അറിയുന്നേ? അതെന്താ മുതലാളി അങ്ങനെ ചോദിച്ചത്? ഇല്ല, കണ്ടിട്ടും കേട്ടിട്ടൊക്കെ കുറെ നാളായി. എന്ന് വിചാരിച്ച് മറക്കണ? ആ, നമ്മുടെ ആട്ടുംകുട്ടി എങ്ങനെ ഇരിക്കുന്നു? ചത്താ ഉണ്ടാ? ഉണ്ട് ഉണ്ട്. പറഞ്ഞതുപോലെ അതിന്റെ വില തന്നില്ലല്ലോ. ഇത് ഇപ്പൊ വെച്ചേക്കണം, ബാക്കി ഞാൻ പിന്നെ തന്നേക്കാം. വിലക്കല്ലല്ല നമ്മൾ തന്നത്. അയ്യോ വേണ്ട മുതലാളി, അതിന്റെ വില വാങ്ങിച്ചേക്കണം. വാങ്ങിച്ചോളാം, ഇരിക്കട്ടെ. ചെല്ലമ്മേ, ചെല്ലമ്മേ, ഒരു സഹായം ചെയ്യാവോ? എന്തിനാണെന്ന് പറയിൻ. ഈ മീനൊന്ന് കറി വെച്ച് കൊടുത്തയക്കാവോ? ഞാൻ കറി വെച്ചാൽ നന്നാവില്ല, പിന്നെ വഴക്കിന് വരരുത്. അത്രയ്ക്കൊക്കെ നന്നായാൽ മതി. പക്ഷേ വടക്കം പുളിയിട്ട് വെക്കണം, മനസ്സിലായോ? ഉമിക്കരി. ചെല്ലമ്മ ഇന്ന് ചന്തയിൽ പോണില്ലേ? ഇന്ന് ചന്തയില്ലല്ല. അതുമല്ല, ഇന്ന് ഉച്ച തിരിഞ്ഞ് ഞങ്ങൾ തൂക്കം കാമാൻ പോന്നു. ഞാനും വരട്ടോ? ഓഹോ, വരുമോ? ചെല്ലമ്മ വിളിച്ചാൽ എവിടെ വേണമെങ്കിലും വരാം. എന്താ, വിശ്വാസമില്ലേ? എന്താടി ചെല്ലമ്മ, നീ ഒരുങ്ങി കഴിഞ്ഞില്ലയോ? ദാ